നമസ്കാരം. നാളെ നവംബർ 23 മൂന്ന് മണ്ഡലങ്ങളിലെ വിധി നാളെ പുറത്തു വരും. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ആ റിസൾട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സെമി ഫൈനലിൽ ആര് ജയിച്ചു ആര് ജയിക്കും എന്നുള്ളതല്ല, സെമി ഫൈനലിൽ ചേലക്കരയിൽ ആര് ജയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്ന് മണ്ഡലങ്ങളിൽ ചേലക്കരയിൽ UDFന് ജയിക്കാൻ കഴിഞ്ഞാൽ സതീശനും സംഘവും ഇതുവരെ പറഞ്ഞു നടന്ന ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷം ഇതുവരെ ഭരണപക്ഷത്തിനെതിരെ പടച്ചുവിട്ട പച്ചക്കള്ളങ്ങൾ, നുണകൾ, അതൊക്കെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണത്തിലും വ്യാജ ആരോപണത്തിലും ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേലക്കര ഇക്കുറിയും ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇനി പ്രതിപക്ഷത്തിന് അടുത്ത ടേമും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനാണ് വിധിയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മൂന്നാം തവണയും ഇനിയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ചേലക്കരയിൽ നമുക്കറിയാം, അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് UDFന് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. മൂന്ന് മണ്ഡലങ്ങളും ഇക്കുറി വിധി എഴുതിയെങ്കിലും ഈ സതീശനൊക്കെ പറഞ്ഞ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കണമെങ്കിൽ അത് ചേലക്കരയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. പാലക്കാട് പിടിച്ചതുകൊണ്ടോ വയനാട് പിടിച്ചതുകൊണ്ടോ ഒന്നും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ആ പറഞ്ഞ നുണകളൊക്കെ സത്യമാക്കി മാറ്റാൻ വേണ്ടി സതീശനോടൊപ്പം തന്നെ സമാന ചിന്താഗതിയുള്ള പലരും ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള UR പ്രദീപനെ തോൽപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് VD സതീശനെ കൂടാതെ സുരേന്ദ്രന്റെ പാർട്ടിയായിട്ടുള്ള BJPയും ഒപ്പം സമാന ചിന്താഗതിയുള്ള DMK പാർട്ടി പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ നേതാവുമൊക്കെ അവിടെ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് PV അൻവറൊക്കെ രണ്ടിടങ്ങളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തി. ഒന്ന് പാലക്കാട്, രണ്ട് എവിടെയാണ്? ചേലക്കരയിലാണ്. പിന്നെ വയനാട്ടിൽ നിർത്തിയില്ല കേട്ടോ, അത് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ നൽകുന്നത് കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പിന്നീട് പാലക്കാടിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു തന്ത്രമായിരുന്നു PV അൻവറിന്റെ. കാരണം ചേലക്കരയിൽ മാത്രമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതല്ലേ, രമ്യ ഹരിദാസിനെ ജയിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതല്ലേ എന്ന ചോദ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഒരു തന്ത്രപരമായിട്ടൊരു കളി കളിച്ചു. ആദ്യം പാലക്കാട് നിർത്തി, പിന്നെ പാലക്കാട് നിന്ന് പയ്യെ വലിച്ചു. ഞങ്ങൾ ചേലക്കരയിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ, ചേലക്കരയിൽ ഞങ്ങൾക്ക് വിജയസാധ്യതയുണ്ടെന്നൊക്കെയായി കുട്ടി ആഘോഷം. എന്നാൽ ഒരു വിജയസാധ്യതയും ഇല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് നന്നായി തന്നെ അറിയാം. PV അൻവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഒരുപാട് പച്ചക്കള്ളങ്ങൾ, വ്യാജ പ്രചരണങ്ങളൊക്കെ കേരള പോലീസിനെതിരെയൊക്കെ പാർട്ടിക്കെതിരെയൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ PV അൻവറിന്റെയും ഒരു ആവശ്യം കൂടിയായിരുന്നു ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത്. അങ്ങനെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഈ ആളുകൾ എല്ലാവരും കൂടിയാണ് ഒറ്റക്കെട്ടായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി കുറി ചേലക്കരയിൽ മത്സരിച്ചത്. ഒറ്റക്കെട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നാൽ UR പ്രദീപിനെ പോലെ അവിടുത്തെ മുൻ MLA ആയിരുന്ന, ജനങ്ങളെ നന്നായി അറിയാവുന്ന, നാട്യങ്ങളില്ലാത്ത ഒരു നേതാവിനെ തോൽപ്പിക്കാൻ ഇവരെല്ലാവരും ഒത്തൊരുമിച്ചിട്ടും കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ബൂത്ത് തല കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ UR പ്രദീപിനോടൊപ്പം തന്നെ ചേലക്കര ഇക്കുറി നിന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമ്യ ഹരിദാസിനെ പോലെയൊക്കെയുള്ള ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരികയും ഒപ്പം നിരവധി നാടൻ പാട്ടൊക്കെ പാടി ജനങ്ങളെ പോക്കറ്റിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും UR പ്രദീപ് ആകട്ടെ വികസനം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് മേടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലായിടങ്ങളിലും UR പ്രദീപ് ഒരു ട്രെൻഡായി മാറുന്ന, ഒരു ജനക്കൂട്ടത്തിന്റെ ഒരു പ്രതിനിധിയായി മാറുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ ഈ ഇലക്ഷൻ പ്രചാരണ സമയത്ത് നിരവധി തവണ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി നടന്നു കേട്ടോ, ഈ ചേലക്കര ചർച്ച ചെയ്യപ്പെടരുത്. ചേലക്കരയിൽ ഒരു രീതിയിലുള്ള എന്താ പറയുക, വാർത്തകളിൽ UDFന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾക്കൊക്കെ വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു മണ്ഡലം ചേലക്കരയാണ്. വേറൊന്നും കൊണ്ടല്ല, ചേലക്കരയിൽ
നിരവധി വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചേലക്കരയെ സംബന്ധിച്ച് നമുക്ക് ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ചേലക്കരയിലെ നേരത്തെ MLA ആയിരുന്ന കെ രാധാകൃഷ്ണനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു മോശമായിട്ടുള്ള അഭിപ്രായം എടുത്തുകൊണ്ടോ മാധ്യമങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ചേലക്കരയെ മനഃപൂർവ്വം തിരസ്കരിച്ച് കോൺസെൻട്രേഷൻ മുഴുവൻ പാലക്കാടിലേക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് മാധ്യമങ്ങൾ സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ നിരവധി രീതിയിലുള്ള പല നീക്കങ്ങൾ നടത്തി എന്നത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ, പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരു ആരോപണം, അതായത് ഇത് EP ജയരാജന്റെ ആത്മകഥ, വ്യാജ ആത്മകഥ അടിച്ചിറക്കിയ ഒരു വാർത്ത വന്നില്ല, അത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ വാർത്ത പോലും ഒരു മാധ്യമങ്ങളും ടെലികാസ്റ്റ് ചെയ്തില്ല. പക്ഷേ EP ജയരാജൻ എഴുതാത്ത ഒരു ആത്മകഥ പൊക്കിപ്പിടിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും ഈ പറയുന്ന നമ്മുടെ EP ജയരാജൻ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞ് പരിപ്പോടെയും കട്ടൻ ചായയും എന്ന പേരിൽ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് വയനാട്ടിലേക്ക് വേണ്ടി ഇറക്കിയ വ്യാജ വാർത്തയല്ല, അത് ഈ ചേലക്കരയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയ വ്യാജ വാർത്തയാണ്. ചേലക്കരയിൽ അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രതിരോധങ്ങളും തീർത്ത് ആ മണ്ഡലം പിടിച്ചടക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയൊക്കെ ഈ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ വ്യാജ വാർത്ത പ്രചരിച്ചത് EP യുടെ പേര്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, ജനങ്ങൾ ഈ പറയുന്നത് പോലെ വ്യാജ വാർത്തയിൽ വീണിട്ടുണ്ടോ, ഇതൊക്കെ 23-ാം തീയതി അറിയാൻ സാധിക്കും എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഈ തിരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട്. നമുക്കറിയാം, ഇത് ഫൈനലിന് മുമ്പുള്ള സെമി ഫൈനലാണ്. ഈ സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ ചേലക്കര വിധി എഴുതുമ്പോൾ ആ വിധിയെഴുത്തിൽ നിന്ന് ചിലതൊക്കെ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലവും എന്തായാലും പ്രതിപക്ഷത്തിന് പിടിച്ചടക്കാൻ കഴിയുകയില്ല എന്ന ഒരു വിവരം കൂടി നമുക്ക് ഈ റിസൾട്ട് പുറത്തു വരുന്നതോടുകൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം ഏറ്റവും കൂടുതൽ ഈ ചേലക്കരയിലാണ് ഈ പറയുന്ന പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും ഇവരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തത്. നമുക്കറിയാം, ഒരു അവസരത്തിൽ സുരേഷ് ഗോപി വരെ കൊണ്ടുവന്ന് ഈ പറയുന്ന BJP പ്രചാരണം നടത്തുന്ന കാഴ്ച കൊണ്ട് അവസാനം അത് വലിയ വിവാദത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. VD സതീശനൊക്കെ ഓരോ പഞ്ചായത്ത് കയറി ഇറങ്ങി നടക്കുകയായിരുന്നു, രക്ഷയില്ല. അങ്ങനെ പഠിച്ച പണി 18 നോക്കി UDFന്റെ സൈബർ ക്യാമ്പിൽ നിന്ന് വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് നോക്കി. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ആ കോട്ട പിടിച്ചടക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയെങ്കിലും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ മനസ്സ് നെഞ്ചിലേറ്റി നടക്കുന്ന നിരവധി വോട്ടർമാരാണ് ആ മണ്ഡലത്തിലുള്ളതെന്നാണ് നമുക്ക് ആ മണ്ഡലത്തിൽ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ആർക്കും ആ മണ്ഡലത്തെ പറ്റി ഒരു കുറ്റവും കുറവും ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു മണ്ഡലത്തിന് ഒരിക്കലും പ്രതിപക്ഷത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘപരിവാർ മനസ്സാണല്ലോ. അങ്ങനെ സംഘപരിവാർ മനസ്സ് പേറി നടക്കുന്ന ഒരു കോൺഗ്രസിനൊപ്പം എങ്ങനെയാണ് മതേതര ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നാളെ വരാൻ പോകുന്ന 23-ാം തീയതി വരാൻ പോകുന്ന വിധി, ആ വിധി രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉറ്റുനോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലെ ട്രെൻഡ് ഏകദേശം ഒക്കെ തെളിഞ്ഞു വരുന്ന ഒരു വിധിയായിരിക്കും. വയനാടിലോ പാലക്കാടോ എന്തോ ആകട്ടെ, വയനാടിനും പാലക്കാടും എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ചേലക്കരയാണ് നാളത്തെ ഇലക്ഷനിലെ ഹീറോ എന്നത് എടുത്തു പറയുകയാണ്. ഇനി പാലക്കാടും സരിൻ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ കോൺഗ്രസിനോട് ഒന്നേ പറയാനുള്ളൂ, പതിയെ മറ്റേ ക്യാമ്പിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.